വെനിസ്വേലയിലാണ് ഭൂകമ്പം. പക്ഷേ പ്രകമ്പനം ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലായിരിക്കാം. നമ്മളെ ഓരോരുത്തരെയും ബാധിച്ചേക്കാം. വെനിസ്വേലയിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലുള്ള ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് നടന്നത്. നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ് നമ്മളെ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും മനുഷ്യജീവന്റെ നഷ്ടം ഏറ്റവും വിഷമകരമാണ്. എന്നാൽ ഓരോ ദിവസവും നമ്മളെ സാമ്പത്തികമായി കൂടി അത് ബാധിക്കും എന്ന തിരിച്ചറിവ് പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. വെനിസ്വേലയിൽ നിന്ന് ഏകദേശം 6.79 കോടി ലിറ്റർ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഓരോ ദിവസവും എടുക്കുന്നത്. അതായത് 4.27 ലാക്ക് ബാരൽസ് ഓഫ് വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ ആണ് ഇന്ത്യ ഓരോ ദിവസവും എടുക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ മാസങ്ങളിൽ ഇന്ത്യയുമായിട്ടുള്ള അതിശക്തമായ വാണിജ്യ ബന്ധം വെനിസ്വേലയ്ക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. വെനിസ്വേലയിലെ എർത്തിക്വേക്ക് ഏകദേശം 7.2 to 7.5 ആണ് സ്കെയിലിൽ, റിച്ചർ സ്കെയിലിൽ കാണിക്കുന്നത്. അത് വളരെ പ്രധാനവുമാണ്. വെനിസ്വേലൻ ജനതയ്ക്ക് അവരുടെ നഷ്ടത്തിന് അവരോടൊപ്പം നിൽക്കുന്നതിനോടൊപ്പം നമുക്ക് സാമ്പത്തികമായി കൂടി സേഫ് ആകാനുള്ള ഒരു ചിന്ത ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് യഥാർത്ഥത്തിൽ US ഇറാൻ വാർ, ഒരർത്ഥത്തിൽ US ഇസ്രായേൽ മറുഭാഗത്ത് ഇറാൻ എന്ന യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ 5 ടോപ്പ് ക്രൂഡ് ഓയിൽ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് റഷ്യ, സൗദി അറേബ്യ, UAE, ബ്രസീൽ, വെനിസ്വേല എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ വെനിസ്വേല സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. കാര്യം അമേരിക്ക അവിടെ ഒരു ഭരണമാറ്റം നടത്തി. അതിനുശേഷം ഇന്ത്യ അവരോട് കുറെ കൂടെ ബന്ധവും മറ്റും സ്ഥാപിച്ചു. കാരക്കാസിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പങ്ങൾ ഉണ്ടായത്. ഇത് വെനിസ്വേല എന്ന രാജ്യത്തെ വളരെയധികം തകർത്തു എന്ന കാര്യം നമുക്കറിയാം. ഏകദേശം 230, ചില ആൾക്കാർ 300 വരെ പറയും, 200-300 ഇടയ്ക്ക് ആൾക്കാർ കൊല്ലപ്പെട്ടു. അതായത് മരണസംഖ്യ അവിടെ വീണ്ടും ഉയരുന്നുണ്ട്. ആ രാജ്യത്തെ അതിശക്തമായത് ബാധിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ നമ്മുടെ രാജ്യത്തെ അഫക്റ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് വെനിസ്വേല ഏകദേശം 14,000 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ ആ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയെ അഫക്റ്റ് ചെയ്തേക്കാമെന്നാണ് NDTV, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രമുഖ എല്ലാ മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. അതായത് ഇതിന്റെ പ്രകമ്പനങ്ങൾ പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലാണ് ബാധിക്കുക എന്ന് അവർ പറയുന്നു. പ്രത്യേകിച്ച് അതിൽ നമ്മുടെ എണ്ണയുടെ ട്രേഡ്, അതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യൻ റിഫൈനറികൾക്ക് അസംസ്കൃത എണ്ണയുടെ പ്രധാന സ്രോതസ്സായി വെനിസ്വേല മാറുന്നത് ഈ അടുത്തിടയ്ക്കാണ്. അപ്പോൾ ഇത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്രാദേശിക ദുരന്തം എന്നതിനൊപ്പം ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയി മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അവരുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ചർച്ച നടത്തുകയും അവരോട് വളരെ ആഴമേറിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. US-ന്റെ ഒരു കാര്യത്തിലും കൂടെയാണ്. ഇനി വെനിസ്വേലയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ, അതായത് നമ്മൾ അവിടുത്തെ എണ്ണയിൽ ONGC വഴി ധാരാളം നിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട്, ഇനി നടത്താനുമുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങളും ഒരുപക്ഷെ അതിശക്തമായി വന്നേക്കാന്ന് പറയുന്നു. ഇനി വരും ദിവസങ്ങളിൽ അവരുടെ പോർട്ടുകൾക്കുണ്ടാകുന്ന നാശം, അവരുടെ ഓയിൽ പൈപ്പ് ലൈൻസിനുണ്ടാകുന്ന നാശം, ഇതെല്ലാം ഒരുപക്ഷെ ഇന്ത്യയെ ബാധിക്കുമെന്ന് പറയുന്നു. ഞാൻ അതിനെ അതായത് നമ്മുടെ സാധാരണക്കാരുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ആകും എന്നുള്ളൊരു ചിന്തയാണല്ലോ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. അതായത് ഒരു പക്ഷേ ലോസസ് ഉണ്ടാകുകയാണെങ്കിൽ പെട്രോളിന് 3 രൂപ, പെട്രോളിന് 3 രൂപ അടക്കം കൂടാൻ സാധ്യതയുണ്ട്. ചില കണക്കുകൾ പറയുന്നത് യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളും വീണ്ടും എല്ലാം കൂടെ കൂട്ടിയാൽ 7.5 രൂപ വരെ കൂടാൻ ചാൻസ് ഉണ്ടെന്ന് ചില ആൾക്കാർ അസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. പ്രത്യേകിച്ച് യുദ്ധം കൂടി അവസാനിച്ച അവസരത്തിൽ, സമാധാനം കൂടി പശ്ചിമേഷ്യയിലേക്ക് വരുന്ന അവസരത്തിൽ, നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയപ്പെടുന്ന റീജിയനിൽ വരുന്ന അവസരത്തിൽ വെനിസ്വേലയിലെ ഈ ദുരന്തം ലോകത്തിന് അപകടം ഉണ്ടാകാതിരിക്കട്ടെ. ലോകാസമസ്ത സുഖനോ ഭവതു.